ഹലോ, ഓൾ ആർ വെൽക്കം ടു രമാരജനി ഇൻഫോർമേറ്റീവ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഫെലനോപ്സിസ് ഓർക്കിഡ് പൂവിൻ്റെ ഡിസെക്ഷനാണ്. വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് തൊട്ട് മുമ്പുള്ള പാർട്ട് 1 വീഡിയോയിൽ ഓർക്കിഡ് പൂവിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചൊരു ഡെമോൺസ്ട്രേഷൻ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ സെക്കൻഡ് പാർട്ട് വീഡിയോ കാണുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്ലോറൽ പാർട്സ് മനസ്സിലാക്കുവാൻ സാധിക്കും. കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് കയറി നോക്കണേ. ഇനി നമുക്ക് വളരെ സൂക്ഷിച്ച് പൂവിൻ്റെ ഭാഗങ്ങളെടുത്ത് ഡിസ്പ്ലേ ബോർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫ്ലോറൽ പാർട്സുകളിൽ വയ്ക്കാം. ആദ്യം ഡോസൽ സെപ്പൽസ് എടുത്ത് ഡിസ്പ്ലേ ബോർഡിൽ വയ്ക്കാം. അടുത്തത് 2 ലാറ്ററൽ സെപ്പൽസ് ആണ്, അതും എടുത്തു വയ്ക്കാം. ഇനി ലാറ്ററൽ പെറ്റൽസ് എടുത്തു വയ്ക്കാം, 2 എണ്ണം. ഇനി എടുത്തു വയ്ക്കാനുള്ളത് ലേബല്ലം പെറ്റൽസ് അഥവാ ലിപ്പ്, സപ്പോർട്ടിംഗ് ലോബ്സ്, കാലസ് റിഡ്ജസ് എന്നിവയാണ്, അതും എടുത്തു വയ്ക്കാം. ഇത് സപ്പോർട്ടിംഗ് ലോബ്സ് ആണ്, 2 സൈഡിലുള്ളത്. കോളത്തെ സപ്പോർട്ട് ചെയ്യുവാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി ഇത് കാലസ് റിഡ്ജസ് ആണ്, ഇത് അതിൻ്റെ താഴെയാണ് ലിപ്പ്, അതും എടുത്ത് വയ്ക്കാം. ഇനി ആന്തർ ക്യാപ്പ് പൊട്ടിക്കാം. ഈ ആന്തർ ക്യാപ്പ് പൊട്ടിക്കുമ്പോൾ നമുക്ക് പൊളീനിയയെ കാണാം. ഇതാണ് പൊളീനിയ. പൊളീനിയ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് പോളൻ വാക്സി മാസസ് ആണ്. ഒരു ടിഷ്യൂ പേപ്പറിൽ വെച്ച് നോക്കാം, കാണാൻ പറ്റുന്നുണ്ടോ? മഞ്ഞ കളറിൽ ഈ പൊളീനിയയെ നമുക്ക് മറ്റൊരു പടത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാം. ഈ പൊളീനിയയുടെ ഉള്ളിലാണ് പോളൻ ഗ്രെയിൻസ് ഇരിക്കുന്നത്. മില്യൺസ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഉണ്ട് ഈ 2 പൊളീനിയയിലും. ഈ പോളൻ ഗ്രെയിൻസ് നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കില്ല, അത് മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ്. ആദ്യം പൊളീനിയയെ നമുക്ക് സെൻട്രൽ പോർഷനിൽ വയ്ക്കാം. ആന്തർ ക്യാപ്പിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാം. പൊളീനിയനെ അതിനുശേഷം നമുക്ക് സെൻട്രൽ ഭാഗത്തു നിന്നും താഴെയായിട്ട് ഡിസ്പ്ലേ ബോർഡിൽ എടുത്ത് വയ്ക്കാം. ആ ഭാഗത്ത് നമുക്കൊരു ചിത്രം വരച്ച് വയ്ക്കാം. ഇനി നമ്മൾക്ക് ഈ ഭാഗമാണ് സ്റ്റിഗ്മ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണ് ഇത്, സ്റ്റിഗ്മ. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കി സബ്സ്റ്റൻസ് ഉണ്ട്, കണ്ടോ? നല്ല സ്റ്റിക്കിയാണ്. ഇവിടെയാണ് പൂമ്പൊടി സ്വീകരിക്കുന്നതും പരാഗണം നടക്കുന്നതുമെല്ലാം സ്റ്റിഗ്മയിൽ വെച്ചാണ്. ഇനി നമുക്ക് പൂന്തണ്ട്, പെഡിസിൽ, അതിനെ മുറിച്ച് ബോർഡിൽ വയ്ക്കാം. ഇനി ഓവറിയാണ് കട്ട് ചെയ്യുന്നത്, ഓവറി. ഇതിൻ്റെ ഉള്ളിലാണ് ഓവറി ഇരിക്കുന്നത്. ഇനി മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന ആ കോളം എന്ന ഭാഗത്തെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ ബോർഡിൽ അതിൻ്റെ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് വയ്ക്കാം. സ്റ്റിഗ്മ പോർഷനാണിത്. അടുത്തത് കോളം, പെഡിസിലിനെ ഡിസ്പ്ലേ ബോർഡിൽ വയ്ക്കാം. ഇനി ഓവറി എടുത്ത് ഡിസ്പ്ലേ ബോർഡിൽ വയ്ക്കാം. ഇനി എല്ലാം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് പാർട്സുകൾ ഒന്നും കൂടി നോക്കാം. ഡോസൽ സെപ്പൽസ്, lateral petals, lateral sepals,
ലിപ്പ്, സപ്പോർട്ടിംഗ് ലോസ്, കാലസ് റിഡ്ജസ്, ലാറ്ററൽ പെറ്റൽസ്, പെഡിസിൽ, ഓവറി, കോളം, സ്റ്റിഗ്മ, പൊലീനിയ, ആന്തർക്യാപ്പ്. ഇപ്പോൾ നമ്മുടെ ഓർക്കിഡ് ഫ്ലവറിൻ്റെ ഡിസക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.